മാന്യപ്രേക്ഷകർക്ക് അസ്ട്രോഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം. ശനി അഥവാ സാറ്റേൺ പ്ലാനറ്റിൻ്റെ 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് അനിഴം അഥവാ അനുരാധ. അനിഴം നക്ഷത്ര ജാതരുടെ പൊതുവായ ചില സ്വഭാവ സവിശേഷതകളും 2026 ഡിസംബർ 31 വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നീലവിഹായസിൽ വില്ലിൻ്റെ ആകൃതിയിൽ കാണുന്ന 9 നക്ഷത്രങ്ങളുടെ സമൂഹമാണ് അനിഴം നക്ഷത്രം. മിത്രൻ ദേവതയായിട്ടുള്ള അനിഴം നക്ഷത്ര ജാതർ ദൈവഗണത്തിൽപ്പെടുന്നവരും സ്ത്രീ യോനിയിൽ പെടുന്നവരുമാകുന്നു. ചന്ദ്രൻ്റെ നീചരാശിയായ വൃശ്ചികത്തെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ ശുഭമംഗളകർമ്മങ്ങൾക്കും ഈ നക്ഷത്രം സ്വീകാര്യമാണ്. ജന്മനക്ഷത്ര വൃക്ഷം ഇലഞ്ഞിയാണ്. ഈ നക്ഷത്ര ജാതർ ഇലഞ്ഞി വൃക്ഷം സ്വഭവനത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് വഴി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ലഭിക്കുന്നതാണ്. ഇന്ദ്രനീലരത്നമാണ് ഭാഗ്യരത്നം. നക്ഷത്രാധിപനും ഭാഗ്യാധിപനും ശനിഗ്രഹമാണ്. പൂയവും ഉത്രിട്ടാദിയുമാണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ. നീല, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് ഈ നിറങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുയോജ്യവും ഭാഗ്യദായകവും കൂടിയാണ്. മൃഗം മാനും പക്ഷി കാകനും ആണ്. പക്ഷിമൃഗാദികളെ നക്ഷത്ര ജാതർ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അനിഴം നക്ഷത്രം മധ്യരജുദോഷത്തിൽ പെടുന്ന 9 നക്ഷത്രങ്ങളിൽ ഒന്നാണ്. അനിഴം നക്ഷത്ര ജാതർ താഴെ പറയുന്ന നക്ഷത്ര ജാതരുമാരി വൈവാഹിക ബന്ധം പാടില്ല: ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രിട്ടാതി. ഈ നക്ഷത്ര ജാതർ പരസ്പരം വിവാഹിതരെങ്കിൽ എത്രയും വേഗം ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ വലിയൊരു പരിധിവരെ കഷ്ടതകൾ കുറയ്ക്കുന്നതിന് സാധിക്കുന്നതാണ്. എല്ലാ അനിഴം നക്ഷത്ര ജാതരുടെയും ജനനം ആരംഭിക്കുന്നത് ശനി ദശയിലാണ്. ദശാനാഥനും ഭാഗ്യാധിപനും ശനി ഗ്രഹമാണ്. ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ജനനം ഉദ്ദേശം നക്ഷത്രമധ്യത്തിലാവാമെന്ന തരത്തിൽ കൂട്ടിയാൽ 9.5 വയസ്സ് വരെ ശനിദശയും 26 വരെ ബുധദശയും 33 വരെ കേതുദശയും തുടർന്ന് 53 വരെ ശുക്രദശയും പിന്നീട് 59 വരെ ആദിത്യദശയും തുടർന്ന് 69 വരെ ചന്ദ്രദശയും പിന്നീട് 76 വരെ കുജദശയും തുടർന്ന് രാഹുദശാകാലവും കടന്നുവരുന്നു. ഇനി ഈ നക്ഷത്ര ജാതരുടെ പ്രത്യേകതയാർന്ന സ്വഭാവ രീതികൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഏറ്റെടുക്കുന്ന ഏത് ജോലിയും എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും അതിനായി അങ്ങേയറ്റം പ്രയത്നിക്കുന്നവരായിരിക്കും. ഇവർ തികഞ്ഞ അധ്വാനശീലരും സദാ കർമ്മനിരതരുമായി കാണപ്പെടുന്നു. ഒന്നിലധികം പ്രവൃത്തികൾ ഒരേ സമയം ഏറ്റെടുക്കുന്നതിനാൽ ഇവർക്ക് സമാധാനം വിദൂരെയാണ്. ആരെയും ആകർഷിക്കുന്ന സുന്ദരിമാരും സുന്ദരന്മാരുമായിരിക്കും ഇവർ. മനസ്വസ്ഥത തീരെ കിട്ടാത്ത ഈ നക്ഷത്ര ജാതർക്ക് നിസ്സാര കാര്യങ്ങൾ പോലും വീണ്ടും വീണ്ടും ചിന്തിക്കുകയും അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് ഒരു ചെറിയ തെറ്റുപറ്റിയാൽ പോലും അതേക്കുറിച്ച് സദാ വിലപിക്കുകയും വ്യാകുലതപ്പെടുകയും ചെയ്യുന്നു. തികഞ്ഞ ഈശ്വരവിശ്വാസികൾ ആയിരിക്കും ഇവർ. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പൊതുവെ സ്വഭാവശുദ്ധി ഉള്ളവരായി കണ്ടുവരുന്നു. പ്രസന്നമായ മുഖഭാവവും ഗുരുഭക്തിയും മാതൃഭക്തിയും ഭർത്തൃഭക്തിയും ഉള്ളവർ തന്നെയാവും ഈ കൂട്ടർ. ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ തികഞ്ഞ വൈരാഗ്യബുദ്ധികളും സന്ദർഭം കിട്ടിയാൽ പ്രതികാരം ചെയ്യാൻ മടിക്കാത്തവരുമാണ്. ഔദ്യോഗിക രംഗത്ത് ഇവർ തിളക്കമാർന്ന വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. അധികാരികളുടെ പ്രശംസയ്ക്കും പ്രീതിക്കും ഇവർ സദാ പാത്രീഭവിക്കാറുമുണ്ട്. സഹോദരങ്ങളെ കൊണ്ടോ കുടുംബാംഗങ്ങളെ കൊണ്ടോ പറയത്തക്ക പ്രയോജനം ഒന്നും തന്നെ ലഭിക്കാറില്ല. ആവേശം നിറഞ്ഞ തീഷ്ണ സ്വഭാവവും അതേപോലെ ശുദ്ധഗതിയും ഇവരിൽ കാണുന്ന പ്രത്യേകതകളാണ്. അപകടകരങ്ങളായ പ്രവൃത്തികൾ ഒഴിവാക്കുക, ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുക. ഇവയിൽ നിന്നും ഒഴിഞ്ഞു മാറിയില്ല എങ്കിൽ അപ്രതീക്ഷിതമായ ദോഷഫലങ്ങൾ വരുത്തി തീർക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ ഇവർ അനുഗ്രഹീതരായി കണ്ടുവരുന്നുവെങ്കിലും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളും ദന്തരോഗങ്ങളും കൂടെ ഉണ്ടാകുന്ന ജലദോഷവും ഇവരെ വിട്ടുമാറാതെ പിന്തുടരും. എന്നിരുന്നാലും സ്വന്തം ആരോഗ്യകാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കാറേയില്ല. ഈ നക്ഷത്രത്തിൽ പിറന്ന ഡോക്ടർമാർ പോലും അതിയായ പ്രയത്നം ചെയ്യുന്ന ഇവർക്ക് അതിന് തക്കവണ്ണമുള്ള ഫലപ്രാപ്തി സാധാരണഗതിയിൽ ലഭിക്കാറില്ല. ഇനി അനിഴം നക്ഷത്ര ജാതരുടെ 2026
ഡിസംബർ 31 വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഫെബ്രുവരി 12 വരെ കർമാധിപനായ ആദിത്യൻ ഇഷ്ടഭാവത്തിൽ നിൽക്കിയാൽ പ്രവർത്തന രംഗത്ത് കൂടുതൽ മികവ് പ്രകടമാകും. ഏർപ്പെടുന്ന കാര്യാദികളിലൊക്കെ വിജയിക്കാൻ കഴിയുന്നതാണ്. ജാനുവരി പകുതി കഴിഞ്ഞ് കുജൻ തൻ്റെ ഉച്ചരാശിയായ മകരൻ രാശിയിൽ ഫെബ്രുവരി 22 വരെ നിൽക്കിയാൽ നിലവിലുള്ള കേസുകളിലും മറ്റും അനുകൂലത പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ്. ഈ സമയം ദൈവാധീനവും ഒപ്പം ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവുന്നതാണ്. ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ നിന്നും ആദായം ലഭിക്കാവുന്നതുമാണ്. മാർച്ച് 15 മുതൽ കർമാധിപനായ രവി ഉച്ചാരോപിയായി മീനൻ രാശിയിൽ നിൽക്കുന്നു. തുടർന്ന് ഉച്ചരാശിയായ മേടൻ രാശിയിൽ പ്രവേശിച്ച് ഏപ്രിൽ 14 വിഷു മുതൽ മെയ് 14 വരെയും നിൽക്കുക വഴി കർമ്മരംഗം കൂടുതൽ പ്രോജ്വലിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും ഈ സന്ദർഭം ഏറ്റവും അനുയോജ്യമാണ്. ജൂൺ 2 തീയതി മുതൽ ധനസ്ഥാനാധിപനും പഞ്ചമാധിപനുമായ ഗുരു തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പല വിധമായ സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. അവയൊക്കെ മാറി സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും അധിപനായ സർവേശ്വരനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിൽ പ്രവേശിക്കുക വഴി ധനസ്ഥിതി വാനോളം ഉയരുന്നു വരുന്ന ഒരു വർഷകാലത്ത്. ജനന സമയം ഗുരു നീചരാശി സ്ഥിതനോ അഷ്ടമരാശി സ്ഥിതനോ മൗഢ്യമോ ഇല്ലാതെ യോഗപ്രദനായി നിൽക്കുന്നുവെങ്കിൽ സ്വദേശ വിദേശ ലോട്ടറികളിൽ നിന്ന് പോലും വമ്പൻ തുകകൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സന്താനങ്ങൾക്ക് പ്രകടമായ പുരോഗതി ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷകാലമായി നിങ്ങൾക്ക് സന്താനങ്ങളെ ഓർത്ത് മനക്ലേശമായിരുന്നു. അതൊക്കെ മാറി അവർ ഉന്നതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും കുതിക്കുന്നു. ജൂൺ ആദ്യവാരം മുതൽ വിവാഹം കഴിച്ചിട്ട് ഏറെ നാളായി സന്താനങ്ങൾ ഉണ്ടാവാതിരുന്ന യുവതികൾ ചികിത്സകളും മറ്റുമായി സന്താനലബ്ധിക്കായി കാത്തിരുന്നിട്ടും നിരാശപ്പെട്ടിരുന്ന നിങ്ങൾക്ക് ഇതാ സുവർണാവസരം കൈവന്നിരിക്കുന്നു. ജൂൺ മുതലുള്ള ഒരു വർഷകാലത്തിനുള്ളിലായി ഏത് സമയത്തും സന്താനലബ്ധി നിശ്ചയമായും ഉണ്ടാവുന്നതാണ്. ഓഗസ്റ്റ് 17-നും ഒക്ടോബർ 17-നും ഇടയിൽ കർമാധിപനായ ആദിത്യൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തും കൂടെ ലാഭാധിപനായ ബുധനും ഒത്തുചേർന്ന് നിൽക്കിയാൽ വിദേശത്ത് കർമ്മലബ്ധിയും ഉപരിപഠനത്തിനുമായി ശ്രമിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂല സമയം തന്നെ. മത്സര പരീക്ഷകൾക്കും മറ്റും ഉന്നത വിജയം കൈവരിക്കുന്നതിന് ഈ സമയം സാധ്യമാവുന്നതാണ്. സെപ്റ്റംബർ 2 മുതൽ നിവർത്തികാരകനും സപ്തമാധിപനുമായ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി 31 ദിനങ്ങൾ തുലാം രാശിയിൽ നിൽക്കുന്നു. വീണ്ടും നവംബർ 22 മുതൽ ശുക്രൻ ഡിസംബർ 31 വരെ വർഷാവസാനം വരെ തൻ്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ തന്നെ തുടരുന്നു. ഈ സമയം വിവാഹ തടസ്സമായി നിന്നിരുന്ന യുവതീ യുവാക്കളുടെ മംഗല്യം പൂവണിയുന്നതാണ്. അതേപോലെ തന്നെ ദീർഘകാലമായി പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന യുവതീ യുവാക്കൾക്കും തങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതാണ്. പിണങ്ങിക്കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒരു പുനഃസമാഗമം ചെയ്യുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢപ്പെടുന്നതും ഉള്ള അവസരമാണ്. പുതിയ വസ്ത്രാഭരണാദികളും വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും മറ്റും പുതുതായി വാഹനം വാങ്ങുന്നതിനും ഈ സമയം തികച്ചും അനുകൂലമാണ്. ചുരുക്കം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഭാഗ്യപരമായും ഔന്നത്യത്തിൽ എത്തിച്ചേരുന്നതാണ്. 2026 നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഒരു പ്രത്യേക അറിയിപ്പ്: അസ്ട്രോഫ്ലവർ ചാനൽ വൈവാഹിക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനായി അസ്ട്രോഫ്ലവർ മെട്രിമോണി എന്ന സ്ഥാപനം ചിങ്ങമാസം ആദ്യം പ്രവർത്തനം ആരംഭിച്ച വിവരം ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ. ധാരാളം രജിസ്ട്രേഷൻ നടന്നു വരുന്നു. ജാതകം പരിശോധിച്ച് പൊരുത്തം, പാപസാമ്യ ചിന്തന, പരസ്പരം ഘടന, പുനർവിവാഹ യോഗമുണ്ടോ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ, വിവാഹ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ, ഈ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും വിട്ടുവീഴ്ചയില്ലാതെ പരിശോധിച്ച്
യോജിച്ച കേസുകൾ മാത്രമേ നിങ്ങൾക്ക് കൈമാറുകയുള്ളൂ. ഇത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. രജിസ്ട്രേഷൻ കാലാവധി 6 മാസക്കാലമാണ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക. 94 95 54 26 16 9495 54 2616. ഈ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും സഹകരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.